ഗ്രാഫിക് ഡിസൈനിൻ്റെ കുറച്ച് നഗ്ന സത്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ശരിക്കും ഗ്രാഫിക് ഡിസൈനർ ആവാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ 2016 തൊട്ട് ഡിസൈൻ ഫീൽഡിൽ വന്നൊരു വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിലാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കരുതുന്നൊരു കാര്യമാണ് ഡിസൈനർ എന്ന് പറയുമ്പം കഴിവുണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, വരയ്ക്കാൻ കഴിയണം എന്നുള്ളത്. ആക്ച്വലി ക്രിയേറ്റിവിറ്റിക്ക് വെറും 10-20% മാത്രമേ നമ്മൾ ഡിസൈനേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. സോ ആക്ച്വലി ഇവിടെ ഡിസൈൻ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് നമുക്കതിനെ യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ്സ് തരുന്ന കാര്യങ്ങൾ നമ്മളതിനെ റീസർച്ച് ചെയ്ത് നമ്മുടേതായ രീതിയിൽ അതിലേക്ക് അവരുടേതായ രീതിയിൽ അത് മാറ്റി അവർക്ക് കൺവേ ആവുന്ന ഒരു മെസ്സേജ് അതിലേക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രോസസ്സ് വഴിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആക്ച്വലി അവർക്കത് അല്ലെങ്കിൽ ക്ലയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു നല്ല ഡിസൈനായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. തിങ്കിങ്, ഫിക്സിങ്, ടെസ്റ്റിംഗ്, സോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ഡിസൈൻ അവിടെ ശരിക്കും വരുന്നത്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടൂൾസ്, അതായത് ഇപ്പോൾ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ, അഡോബിൻ്റെ ഒട്ടുമിക്ക ടൂൾസ്, ഞാൻ അഡോബിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ പഠിച്ചതും അഡോബിൻ്റെ ടൂൾസ് വെച്ചിട്ടാണ്. ടൂൾസ് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അല്ല ടൂൾസ് പഠിച്ചുകൊണ്ട് ഒരാൾക്കൊരു ഡിസൈനർ ആവാൻ പറ്റില്ല. ദാറ്റ്സ് എ ട്രൂത്ത്. ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടെങ്കിൽ അത് ആദ്യമേ കളഞ്ഞേര്. തുടക്കക്കാർക്ക് ഡിസൈനർ സാലറി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. കിട്ടുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ല, നിങ്ങളുടെ പ്രോസസ്സ് അവിടെ ടെസ്റ്റ് ചെയ്യാണ് ആക്ച്വലി അവർ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മെസ്സേജ് ശരിയാവുന്നത് വരെ നമ്മളെ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. സോ നമ്മുടെ ചിന്താഗതി അവിടെ നിന്നും നമ്മൾക്ക് മാറാൻ ശ്രമിക്കും. ഇത് ഭയങ്കര പാടാണല്ലോ. തുടക്കക്കാർക്ക് എന്തായാലും ഫീലാവും, നമ്മുടെ ഈ ഡിസൈൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്യും, ഇതെനിക്ക് പറ്റിയ ഫീൽഡാണോ എന്നുപോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ആദ്യ സമയങ്ങളൊക്കെ ചിന്തിച്ചു, ഇത് എനിക്ക് പറ്റുമോ, ഇതെന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ആക്ച്വലി അത് പതിയെ മാറി. അതിന് ഏകദേശം ഇത്രയും വർഷമെടുത്തു. ഇപ്പം ഞാൻ കണ്ടുവരുന്നൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ജോബ് ക്രൈറ്റീരിയ നമ്മളിപ്പം ലിങ്ക്ഡിനിലോ ഇൻഡീഡിലോ ഒക്കെ കാണുമ്പം ഗ്രാഫിക് ഡിസൈനർ എന്നാണ് പോസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൽ മോഷൻ ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, UX ഡിസൈനിങ്, വെബ് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കാണാറുണ്ട്. ശരിക്കും ഇത് ലോജിക്കലി ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരിക്കലും മോഷൻ ഡിസൈനർ ആവണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ആവണം, UX ഡിസൈനർ ആവണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസൈനർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെയാണ് നിങ്ങളെ ചിലപ്പം ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പോകുന്നത്. അതായത് അപ്സ്കില്ലിങ്. നിങ്ങൾ അപ്സ്കില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് വളരാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യും, ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, ഞാൻ മോഷൻ ഡിസൈനിങ് ചെയ്യും, എനിക്ക് അത്യാവശ്യം UX ഡിസൈനിങ് ചെയ്യാൻ അറിയാം. UX ആൻഡ് UI ഇസ് ഡിഫറെൻറ്റ്. UX എനിക്ക് അത്യാവശ്യം അറിയാം. UA ആണ് ഞാൻ ആദ്യം ചെയ്തത്. UIയും അത്യാവശ്യം ഞാൻ ചെയ്യും. ഇത് കൂടാതെ ഞാൻ വേറെന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് അപ്സ്കില്ലിങ്ങിൻ്റെ ഒരു ആവശ്യം. ഞാനിപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്.
ഒന്ന് എ ഐ ഞാൻ അത്യാവശ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എ ഐ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ലൊരു ഡിസൈൻ ചെയ്യാം. എ ഐ ഒരു റീപ്ലേസ്മെൻ്റ് അല്ല, അതിനൊരു എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ എ ഐയെ കാണുന്നത്. അപ്പം എ ഐ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ഡിസൈൻ ചെയ്യാം. ഇനി എനിക്ക് ഒരു കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ഐഡിയ എനിക്ക് വേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ കറൻറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് റിസർച്ച് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. അതായത് ആവശ്യമുള്ളെങ്കിൽ മാത്രം അതിനെ അപ്സ്കിൽ ചെയ്യുക. അല്ലാണ്ട് എല്ലാം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഗ്രാഫിക് ഡിസൈനിൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ അറിയും. അത് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മോഷൻ ഡിസൈനിങ് ചെയ്യുന്നത്. മോഷൻ ഡിസൈനിങ് ഓൾറെഡി ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വീഡിയോ എഡിറ്റിങ് നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നീടാണ് യു എക്സും യു ഐയും ഒക്കെ ഞാൻ പഠിച്ചത്. പിന്നെ എ ഐ വന്നു. എ ഐ യൂസ് ചെയ്തുകൊണ്ട് എ ഐയുടെയും ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എ ഐ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ലൊരു ഡിസൈൻ ചെയ്യാം എന്ന് ഞാൻ പഠിച്ചു. അതൊരു അപ്സ്കില്ലിംഗ് ആണ്. നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാശ് കിട്ടൂ. ഇപ്പം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഡിസൈൻ ചെയ്യുന്ന രീതിയിലും ചിലപ്പം പലരുടെ പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. എൻ്റെ പ്രോസസ്സ് ഡിഫറെൻ്റാണ്. ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം നിങ്ങളുടേതായിട്ടൊരു പ്രോസസ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതായത് ബേസിക് പ്രോസസ്സ് വെച്ചിട്ട്, ഡിസൈൻ പ്രോസസ്സ് വെച്ചിട്ട്, പ്രോസസ്സിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് നോക്കാം, മറ്റൊരു വീഡിയോയിൽ വല്ലതും ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ആ ഡിസൈൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത് പക്ഷേ നിങ്ങൾ ആ സെയിം പ്രോസസ്സ് യൂസ് ചെയ്യാതെ അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കും കാര്യങ്ങളും എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ. സോ ഇതൊക്കെയാണ് ആക്ച്വലി ശരിക്കുമുള്ള ഡിസൈനേഴ്സ് ഫേസ് ചെയ്യുന്ന ചില സത്യങ്ങൾ. സോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കണം. ഒരു ദിവസം ഇതൊക്കെ ഭയങ്കര ലൈറ്ററായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി ഇത് ഞാൻ എനിക്ക് പണ്ടേ തൊട്ടിങ്ങനെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. സോ അതാണ് ആക്ച്വലി ഞാനിവിടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനൊരു കാര്യം. കാരണം എനിക്കിത് പറഞ്ഞു തരാനൊന്നും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ തന്നെ പഠിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.